ഹായ്, ഹാപ്പി വാലന്റൈൻസ് ഡേ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. എല്ലാവർക്കും നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി ലെവലാണ്. ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടോ, ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവരുടെ എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഇത് നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. സോ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിംഗിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പേഴ്സൺ വളരെ ഹീലിംഗ് മോഡിലും ഒരു പേഴ്സൺ ഒരു റണ്ണർ എഫക്റ്റിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയാൻ നിങ്ങളെല്ലാം ഹീൽ ചെയ്യാനുള്ള ഒരു എനർജിയിലോട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു റണ്ണർ എനർജി ഉള്ളത്. അത് നമുക്കിപ്പോൾ ഈ കാർഡ്സിൽ നിന്ന് തന്നെ നല്ല പോലെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെ അതായത് അയാൾക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്, പക്ഷെ വരാൻ പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ ഓർത്ത് ആ ഒരു വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ വിചാരങ്ങളും നിങ്ങളുടെ ഓരോ പ്രോബ്ലംസും ഒക്കെ ഓർത്താണ് അയാൾ ഏത് സമയം ഇരിക്കുന്നത്. അയാൾക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് ഉള്ളിൽ വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളായിട്ട് യാതൊരുവിധ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസോ ഒന്നും തന്നെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കാണിക്കുന്നില്ല. അയാൾ ശരിക്കും സൈലന്റ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇൻസൈഡ് അയാൾക്ക് നിങ്ങളോട് വളരെ ഡെപ്തിൽ ഒരു ഇഷ്ടമുണ്ട്, നിങ്ങൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെയുണ്ട്. അത് അയാൾക്ക് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അയാൾ ഇപ്പോൾ ഈ ഒരു എനർജിയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ആള് വളരെ ക്ലിയർ ആയിട്ടുള്ള എന്തും ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ലതിനു വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ അയാളുടെ ലൈഫിലോ നിങ്ങളുടെ ലൈഫിലോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയതും അതുപോലെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതും. നിങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ ആ ഒരു പേഴ്സണും നിങ്ങളുടെ ചിന്തയിലാണ് എപ്പോഴും. പക്ഷെ നിങ്ങൾ അയാളുടെ കൂടെ ഇല്ലെന്നോർത്ത് അയാൾ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അതുപോലെ തന്നെയാണ്. നിങ്ങളും വേറെ ഏതോ ഒരു ലോകത്താണ്. നിങ്ങളും അയാളുടെ ആ ഒരു മെമ്മറീസിലും അയാൾ നിങ്ങളെ ചതിച്ചു, അയാൾ വഞ്ചിച്ചു, അയാൾ ഒരു ചതിയനാണ്, പിന്നെ വാക്ക് പറഞ്ഞാൽ പാലിക്കാത്ത ആളാണ്, അങ്ങനത്തേക്ക് ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ എനർജി. അപ്പൊ നിങ്ങൾ അയാൾ ട്രാപ്പിലാക്കി എന്നൊക്കെ ഓർത്ത് വളരെയധികം വിഷമിച്ച് നിങ്ങൾ ഇനിയിപ്പോ എന്ത് വന്നാലും സാരമില്ല, ഞാനിപ്പോൾ മനസ്സിലാക്കി, ഞാൻ ഇനി ഇതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ എൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പോവാണ് എന്നൊരു ചിന്തയിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഉള്ളിൽ നിങ്ങൾക്ക് അയാളോട് ഇപ്പോഴും ഇഷ്ടമുണ്ട്, പക്ഷെ പുറത്ത് നിങ്ങൾ ഹീൽ ചെയ്യണം എന്നൊരു എനർജിയിലാണ് നിങ്ങൾ നടക്കുന്നത്. പക്ഷെ ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഉള്ളിലും ഉണ്ട്, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണമെന്നും ഉണ്ട്, എല്ലാ തരത്തിലും നിങ്ങളും ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കണമെന്ന്. പക്ഷെ എന്തോ കാര്യം നിങ്ങൾക്കറിയാൻ വയ്യാത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള എന്തോ ഒരു എനർജിനെ ഈ ഒരു പേഴ്സണിനെ നിങ്ങളിൽ നിന്ന് അകത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു എനർജിനെ ഓർത്ത് ഈ ഒരു പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു കാര്യം അയാളുടെ ലൈഫിൽ നടന്നത് കൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് എന്ന് വിഷമിച്ചാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിൽക്കുന്ന ആള് മേ ബി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ജെമിനി, ലീബ്ര, അക്വാറിയസ് എനർജിയിലുള്ള ആൾക്കാർ, അത് മേ ബി സൺ, മൂൺ ഓർ റൈസിങ് സൈനിലുള്ള ആൾക്കാരാവാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ എനർജിയാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പൊ അവരാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ബോൾഡായിട്ടും വളരെ ജെനുവനായിട്ടും ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. പക്ഷേ എന്തോ ഒരു ഫോഴ്സ് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിന്നും അയാൾ മാറി നിൽക്കുന്നത്. അപ്പോൾ ഈ എനർജിയിലുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി ഇയാള് ഒരുപാട് സ്ട്രഗിൾ
ചെയ്യുന്ന ഒരു ടൈമിൽ കൂടെയാണ് പോകുന്നത്. ഒരുപാട് ഇയാളുടെ ലൈഫിൽ കോൺഫ്ലിക്ട്സ്, വഴക്കുകൾ, ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ തിരിച്ച് അതേപോലുള്ള ഒരു മാനസികാവസ്ഥയിലൊക്കെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഒന്നും വഴക്കും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ. മേ ബി ഫാമിലി വൈസ് ആയിരിക്കാം, അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും ജോബിൽ ഉള്ള സ്ഥലത്ത് വെറുതെ അനാവശ്യമായിട്ട് ഇയാൾ പോയി ചെന്ന്, അതായത് നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളെ മിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അയാൾക്കുള്ളിൽ വളരെ ദേഷ്യമുണ്ട് അയാൾക്ക്. നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടും മേ ബി ഒരു ഡിഫറെന്റ് കാസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ റിലീജിയൻ ആയിരിക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഇയാൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നൊരു എനർജിയാണ്. പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് ഈ ഒരു ഇതിനെ ബേസ് ചെയ്ത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിയത്, നിങ്ങളിൽ നിന്ന് അയാളെ വലിച്ചു കൊണ്ട് പോയത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇയാൾക്ക് ഈ ബാക്കിയുള്ള വേൾഡിലുള്ള ബാക്കി എല്ലാവരോടും ദേഷ്യമാണ്. അപ്പൊ ആ രീതിയിലുള്ള ദേഷ്യവും കാര്യങ്ങളും ഒക്കെയാണ് ഇയാൾ ഈച്ച് ആൻഡ് എവറി വണ്ണിനോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഇറിറ്റേറ്റഡ് ആണ് ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ എനർജി. ഇപ്പോൾ സാധാരണ നമ്മളൊന്ന് ചെന്നൊരു ഹായ് പറഞ്ഞാൽ പോലും അയാൾക്കത് പിടിക്കില്ല. അത്ര ഒരു വല്ലാത്തൊരു ഈ എനർജിയിലാണ് ഇപ്പൊ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ നമ്മളോട് യൂണിവേഴ്സ് ഇവിടെ പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോഴത്തെ ആ ഒരു നിങ്ങളിൽ നിന്നും വിട്ടുപോയതും നിങ്ങളെ മിസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ആ ഒരു ഇമോഷൻസ് ആണ് ഇപ്പോൾ ആ ഒരു വ്യക്തിനെ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവരിക്കുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വലിയൊരു എനർജി ഷിഫ്റ്റ് ഉണ്ടാകും. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം തന്നെയും തകർന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഗ്രാജുവലി ഈ ഒരു നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു ഇംപ്രൂവ്മെന്റ് വരികയും നിങ്ങൾ രണ്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇയാളുടെ ലൈഫിൽ എന്തൊക്കെയാണോ നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പോയിട്ടുള്ളത്, അതായത് ഒരുപാട് ജോലിയും കാര്യങ്ങളും എല്ലാം ഇമോഷണലി എല്ലാം ഇയാൾ ഒട്ടും സ്റ്റേബിൾ അല്ല. അപ്പൊ അതെല്ലാ കാര്യങ്ങളും വീണ്ടും പഴയതുപോലെ വരികയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പഴയതുപോലെ യൂണിവേഴ്സ് അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത് അതെല്ലാം തിരികെ കൊണ്ടുവരുന്ന ഒരു കാർഡാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത്രയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വിഷമവും കാര്യങ്ങളും കുറച്ച് നേരത്തേക്കുള്ളൂ. അതെല്ലാം മാറി അതെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾ നല്ലൊരു എനർജിയിൽ കൂടെ തന്നെ നിങ്ങൾ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് അയാളെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ യാതൊരുവിധ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല, ആ എന്തോ ഒരു എനർജി മേ ബി വീട്ടുകാരായിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരിക്കും ആ ഒരു പേഴ്സണെ ബാക്കിലോട്ട് പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അയാളും സ്വന്തം മനസ്സോടുകൂടെ അല്ല അവിടെ നിൽക്കുന്നത്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം നിങ്ങളോട് നേരത്തെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് ആ കമ്മിറ്റ്മെന്റും ആ ഒരു റിലേഷനും ആ ഒരു ഇഷ്ടം അതെല്ലാം സ്റ്റിൽ അയാളുടെ മൈൻഡിലുണ്ട്. അതൊന്നും എവിടെയും പോയിട്ടില്ല. പക്ഷെ അയാൾ തിരിച്ചു വരുമ്പോൾ അത് അതിലും കൂടുതലായിരിക്കും അയാൾക്ക് നിങ്ങളോട്. ബിക്കോസ് അയാൾക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും അയാൾ നിങ്ങളോട് ആ ഇഷ്ടങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കമ്മിറ്റ്മെന്റും ഇഷ്ടവും ഒന്നും എവിടെയും പോയിട്ടില്ല. അത് അതുപോലെ തന്നെ നിങ്ങളോട് ഇപ്പോഴും ആ ഒരു പേഴ്സൺ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ വളരെ ട്രഡീഷണലി ഒക്കെ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും, അതേപോലെ ഇപ്പോൾ അയാളും നിങ്ങളും തമ്മിൽ ഡിഫറെന്റ് റിലീജിയൻ ആണെങ്കിൽ അയാളുടെ റിലീജിയനെയൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്തും അതല്ലെങ്കിൽ അവരുടെ ആ ഒരു സിസ്റ്റത്തിനെയൊക്കെ അവർ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അയാൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഇതിൽ ഒരു ബ്രേക്കപ്പിനൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ്. അപ്പൊ ഇപ്പൊ അയാൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കൊണ്ട് അയാൾ ഇനിയിപ്പോ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് കാണുന്നുണ്ട് നമുക്കിവിടെ. അയാൾ തിരിച്ച് ഡെഫിനറ്റ്ലി വരും. അപ്പോൾ അയാള് നിങ്ങളോട് ഭയങ്കര എന്താ പറയാ, അപ്പോൾ അയാൾ തിരിച്ചു വരികയും നിങ്ങൾ തമ്മിലുള്ള പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അയാൾ ഇപ്പോൾ തന്നെ നിങ്ങൾ രണ്ടും രണ്ട് റിലീജിയൻ ആണ്, എന്താണ് നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് മീൻസ് ഡിഫറെന്റ് ഇതിൽ കൂടെ പോകുന്ന ആൾക്കാരാണ്. അതെന്താണെങ്കിലും അയാൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അയാളുടേതും അയാൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു എനർജി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അയാളെ വലിച്ചു നിർത്തിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അയാൾ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്തോട്ട് വരാനും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളുമായിട്ടുള്ള ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അയാൾ ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്.
നമുക്ക് പറയാൻ പറ്റും ഇത് അത്രയും പവർഫുള്ളും ഭയങ്കര സ്ട്രോങ്ങും ആയിട്ടുള്ള എനർജി ഉള്ള ഒരു പേഴ്സൺ. എല്ലാ ആൾക്കാരെയും വളരെയധികം റെസ്പെക്ട് ചെയ്യും. ഇയാളുടെ ഫാമിലിയിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളും നിങ്ങളുടെ ഫാമിലിയിലൊക്കെ വേണമെങ്കിൽ അറിയാമായിരിക്കും ഈ ഒരു പേഴ്സണെ. അപ്പൊ ഈ ഒരു വ്യക്തിനെ പറ്റി എവിടെ ചോദിച്ചാലും നല്ലൊരു പവർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടവും വളരെ സ്നേഹവും. ഇപ്പൊ ഫാമിലിയിലൊക്കെ തന്നെയാണ് വളരെ ഇഷ്ടമുള്ള ഒരു, ഇയാൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ ആ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ടായിരിക്കാം ബാക്കിയുള്ള ആൾക്കാരൊക്കെ അയാളെ ഫോഴ്സ് ചെയ്ത് അവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. പക്ഷെ അയാൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നത്, അതോടൊപ്പം നിങ്ങളോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹവും അതും എല്ലാം അയാൾ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരികയും തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് അത് അയാൾ ഭയങ്കര പവർഫുൾ ആണ്. അതുപോലെ തന്നെ പൈസ വൈസും എല്ലാ തരത്തിലും, പൈസയുടെ കാര്യത്തിലും മാത്രമല്ല മൈൻഡൊക്കെ വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു സോളാണ്. അയാളുടെ ഇടയിൽ നമുക്ക് ഒരു മിസ്റ്റേക്ക് പറയാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് ഇപ്പൊ നിങ്ങൾ തമ്മിലൊരു സെപ്പറേറ്റഡ് പീരീഡ് ആണെങ്കിൽ കൂടെ തന്നെയും ആ ഒരു പേഴ്സന്റെ എനർജീനെ പറ്റി നിങ്ങൾക്ക് യാതൊരുവിധ നെഗറ്റീവ് ഒന്നും ഇന്നേ വരെ തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങളെ പറ്റിച്ചു എന്നൊക്കെ തോന്നുമെങ്കിലും പക്ഷെ ഉള്ളുകൊണ്ട് നിങ്ങളത് സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ആ ഒരു പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ മൈൻഡിനെ മാറ്റിയെടുക്കണം. ഹീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മൈൻഡിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കുള്ളിൽ നിന്നറിയാം ഈ ഒരു പേഴ്സൺ നിങ്ങൾ യാതൊരുവിധ തരത്തിലും ഒരു നെഗറ്റീവോ ഒരു മോശമായിട്ടോ ഒരു തരത്തിലും ഹേർട്ട് ചെയ്യാനൊന്നും വന്നിട്ടില്ല. ബിക്കോസ് അയാൾ അത്രയ്ക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഭയങ്കര, ഇപ്പോൾ ജോലിക്കായാലും ഫാമിലിയിലായാലും എല്ലായിടത്തും അയാൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ ഇപ്പോൾ ഇതൊരു എനർജി വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ എല്ലാവരോടും ഇൻഡിഫറെന്റ് ആയിട്ട് പെരുമാറുന്നതൊക്കെ കൊണ്ട് തന്നെ വീട്ടുകാർക്കും അയാളുടെ കൊളീഗ്സിനൊക്കെ അതുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇവളെന്തെങ്കിലുമൊക്കെ കാണിക്കില്ല, ഇവളെന്താ കാണിക്കുന്നത് എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ടാണെന്നൊക്കെ ഓർത്ത് തന്നെ അവരും ഒക്കെ ഇരിക്കുകയാണ്. പക്ഷെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറെ കൂടെയൊക്കെ ക്ലിയർ ആയിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അയാളുടെ കൂടെ ഒരേപോലെ വേണമെന്ന്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാനും ഈ ഒരു റിലേഷൻഷിപ്പ് പഴയ രീതിയിൽ നല്ല രീതിയിൽ പോകാനും അതോടൊപ്പം നല്ലൊരു ലൈഫ് ലോങ് റിലേഷൻ ആവാനും, അപ്പോൾ എല്ലാ തരത്തിലും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരിക്കലും ചീറ്റ് ചെയ്യാനോ ചീറ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യത്തില്ല. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എന്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.